ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1690. ഇന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി 229-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തെക്കുറിച്ച്, അതും കടുകുമണിയോളം വിശ്വാസം എന്നൊക്കെ. വിശ്വാസത്തില് എപ്പോഴെങ്കിലും നമ്മൾ പൂർണ്ണരാവുന്നുണ്ടോ? പൂർണ്ണത തൽക്കാലം അവിടെ നിൽക്കട്ടെ. വിശ്വാസത്തിൽ നമ്മൾ പ്രാരംഭ ചുവടുകളെങ്കിലും വെച്ചിട്ടുണ്ട്, പിച്ച വെച്ചെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശരിക്കും വിശ്വാസം ഉള്ളിലുണ്ടോ? അതൊരു ആലങ്കാരിക ഭാവമൊന്നും അല്ല കേട്ടോ. മനുഷ്യരോട് നമുക്ക് വിശ്വാസമുണ്ടോ? ക്രിസ്തുയേശുവിൽ നമുക്ക് വിശ്വാസമുണ്ടോ? സൗഹൃദത്തിലായാലും ദൈവത്തിലായാലും കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ അവകാശപ്പെടാറ്. പക്ഷേ സത്യസന്ധമായിട്ടൊന്ന് പരിശോധിക്കാൻ ധൈര്യപ്പെട്ടാൽ നമ്മളുടെ ഈ വിശ്വാസത്തിന്റെ ഒക്കെ അകത്ത്, ഇത് മനുഷ്യരോടുള്ള വിശ്വാസത്തിൻ്റെതായാലും ക്രിസ്തുയേശുവിലുള്ള അടിയുറച്ച വിശ്വാസമെന്ന് പ്രഖ്യാപിച്ച വിശ്വാസത്തിന്റെ അകത്തായാലും കുറച്ചെങ്കിലും സംശയത്തിന്റെ നേർത്ത ഇഴകൾ ഉണ്ട് കേട്ടോ. എല്ലാ ബന്ധങ്ങളിലും ഈ സംശയത്തിന്റെ ഈ ഒരു ഇഴകള് ശരിക്കും വിടവുകൾ സൃഷ്ടിക്കുന്നു. നമ്മളത് അറിയാതെ പോകുന്നതാവും. എത്ര വലിയ ആത്മബന്ധമാണെങ്കിലും ഓരോരുത്തരും അവനവന്റെ സ്വാർത്ഥതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ സ്വയം ചില ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അവനവന്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും ഒക്കെ ഒന്നുകൂടി ഒന്ന് പുതുക്കിയെടുക്കാനായിട്ട്, ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാവോ? കടുകുമണിയോളം വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസത്തിന്റെ അകത്ത് വേണ്ട ഒരു ദൃഢതയോ പൂർണ്ണതയോ ക്രിസ്തുയേശു ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത്തരമൊരു വിശ്വാസത്തിന്റെ മേന്മയിലേക്ക്, പൂർണ്ണതയിലേക്ക് നമുക്കൊന്ന് എത്തണ്ടേ? അവനവനെ ഇങ്ങനെ സ്വയം ന്യായീകരിച്ചും ചില നേരത്തെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഒന്ന് വിധിച്ചും കുറ്റപ്പെടുത്തിയും അവരിൽ നമ്മൾ പുലർത്തിയ വിശ്വാസത്തെയൊക്കെ നമ്മൾ ശരിക്കും തള്ളിപ്പറഞ്ഞും ചില നേരങ്ങളില് ദൈവത്തിലുള്ള വിശ്വാസത്തെ പോലും നമ്മൾ നിരാകരിച്ചും എങ്ങോട്ടാണ് ഈ ഓടുന്നത്? അതുകൊണ്ട് ഈ നല്ല പുലരിയില് അവനവന്റെ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് ഗാഢമായി ചിന്തിക്കുക. അത് മനുഷ്യരോടുള്ള വിശ്വാസത്തിലും സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസത്തിലും. ആമേൻ.